നമസ്കാരം പ്രിയപ്പെട്ടവരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളിപ്പോൾ തമ്പനയിൽ കണ്ടപ്പോൾ വീഡിയോ ടോപ്പിക് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായി. അതായത് 2024 ഇൻകം ടാക്സ് റിട്ടേൺ എങ്ങനെ ഫയൽ ചെയ്യാമെന്നും അതിൽ തന്നെ നമുക്കെല്ലാം വളരെ ഉപകാരപ്രദമായിട്ടുള്ള പ്രധാന ഒരു ടാക്സ് ക്രെഡിറ്റ് ആയിട്ടുള്ള റെന്റ് ടാക്സ് ക്രെഡിറ്റ് എങ്ങനെ ക്ലെയിം ചെയ്യാമെന്നുമാണ്. ഈ റെന്റ് ടാക്സ് ക്രെഡിറ്റിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവർക്കായിട്ട് ആ വീഡിയോയുടെ ലിങ്ക് മുകളിൽ ഐ ബട്ടണിലും അതുപോലെ തന്നെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ എന്റെ സ്ക്രീനിലും കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ അത് കയറി കാണുക. നമുക്ക് എല്ലാവർക്കും അറിയാം, അയർലൻഡിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് ഐറിഷ് ടാക്സ് അതോറിറ്റിയായ റവന്യൂ വഴിയാണ്. റവന്യൂ അക്കൗണ്ട് വഴി വളരെ സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതെങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ട് മനസ്സിലാക്കാം. വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അയർലൻഡ് സംബന്ധമായിട്ടുള്ള വാർത്തകളും വിശേഷങ്ങളൊക്കെയാണ് നമ്മുടെ ചാനലിലൂടെ മെയിനായിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. ചാനൽ നിങ്ങൾ വിസിറ്റ് ചെയ്ത് നോക്കുക. അവിടെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. അതോടൊപ്പം വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്കും, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഉപകാരപ്രദമായിട്ട് ടോപ്പിക്കുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഒന്ന് ഷെയർ കൊടുത്തുകൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഈ ടോപ്പിക്കിലേക്ക് വരാം. നമുക്കതിനായിട്ട് റവന്യൂ അക്കൗണ്ട് ലോഗിൻ ചെയ്യാം. ഞാനിവിടെ ചെയ്യുന്നത് ലാപ്ടോപ്പ് വഴിയാണ്. ഇനി നിങ്ങൾ മൊബൈൽ വഴിയാണ് ചെയ്യുന്നതെങ്കിൽ സെയിം പ്രൊസീജിയർ തന്നെയാണ്. അതിൻ്റെ ഇൻ്റർഫേസിന് ചെറിയ ഡിഫറൻസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ പേ സർവീസസിൽ റിവ്യൂ യുവർ ടാക്സ് ഫോർ ദ പ്രീവിയസ് 4 years അതുവഴിയാണ് നമ്മളിത് ചെയ്യേണ്ടത്. 2025 ഇത് ചെയ്യുമ്പം പുറകോട്ടുള്ള 4 വർഷത്തെ 2021, 22, 23, 24 ഇങ്ങനെ 4 വർഷത്തെ അവിടെ നമ്മുടെ അക്കൗണ്ടിൽ ഓപ്പൺ ആയിരിക്കുന്നതായിട്ട് കാണാം. 2024 ഞാൻ ചെയ്യുന്നത്. 2024 സെലക്ട് ചെയ്യുക. അവിടെ കാണുന്ന റിക്വസ്റ്റ് ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ പ്രിലിമിനറി എൻഡ് ഓഫ് ഇയർ സ്റ്റേറ്റ്മെന്റ് കാണാം. അവിടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രിലിമിനറി റിസൾട്ട് കാണാം. ഇവിടെ ഓവർ പേയ്മെന്റ് ആണ്. അതായത് 2024 റവന്യൂ രേഖകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ അടയ്ക്കേണ്ടതിനേക്കാൾ കൂടുതൽ ആദായ നികുതി അല്ലെങ്കിൽ USC അടച്ചു. ചില കേസിൽ അണ്ടർ പേയ്മെന്റ് ആയിരിക്കും. അപ്പം ടാക്സ് കുറവാണ് നമ്മൾ അടച്ചിരിക്കുന്നത്. അപ്പോൾ ആ കുറവുള്ളത് നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് വരും. ഓവർ പേയ്മെന്റ് ഉള്ളവർക്ക് എക്സ്ട്രാ ടാക്സ് അടച്ചത് റിട്ടേൺ കിട്ടും. പക്ഷേ ഇത് പ്രിലിമിനറി റിസൾട്ടാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇത് ഇൻകം ടാക്സ് റിട്ടേൺ ഫുൾ ഫയൽ ചെയ്ത് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അതിനകത്ത് ചെറിയ ഡിഫറൻസ് ഉണ്ടാകാം. താഴോട്ട് സ്ക്രോൾ ചെയ്താൽ കംപ്ലീറ്റ് യുവർ ഇൻകം ടാക്സ് റിട്ടേൺ അതിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. അവിടെ കാണുന്ന പോപ്പപ്പ് മെസ്സേജ് ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ എന്താണ് ചെയ്യേണ്ടതെന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വായിച്ച് നോക്കി മനസ്സിലാക്കാം. സ്റ്റാർട്ട് കൊടുത്ത് അടുത്ത പേജിലേക്ക് പോവുക. അവിടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. നിങ്ങളിപ്പോൾ മാരീഡ് ആണ്, ജോയിന്റ് അസസ്മെന്റ് ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ 2 പേരുടെയും പേഴ്സണൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കും. നിങ്ങളുടെ ആരുടെയും ഒരാളുടെ അക്കൗണ്ടിൽ നിന്ന് ഇത് ചെയ്താൽ മതി. സെപ്പറേറ്റ് അസസ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇത് ചെയ്യേണ്ടി വരും. സ്പൗസ് വന്ന ശേഷം റവന്യൂ അക്കൗണ്ട് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ സ്റ്റാറ്റസ് എങ്ങനെ മാരീഡ് സ്റ്റാറ്റസിലേക്ക് മാറ്റാം എന്നതിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്കായിട്ട് ആ വീഡിയോയുടെ ലിങ്ക് മുകളിൽ ഐ ബട്ടണിലും അതുപോലെ തന്നെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും എൻ്റെ സ്ക്രീനിലൊക്കെ കൊടുത്തേക്കാം. 2 പേരുടെയും പേഴ്സണൽ ഡീറ്റെയിൽസുകൾ കാണാം. റീചെക്ക് ചെയ്യുക. എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ സ്പൗസിൻ്റെയും ഡീറ്റെയിൽസുകൾ റീചെക്ക് ചെയ്തതിന് ശേഷം ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുത്തിട്ട് അടുത്ത പേജിലേക്ക് പോകും. അവിടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഇത് ശരിയാണെന്ന് ഉറപ്പുവരുത്തുക. കാരണം നമുക്ക് കുടിശ്ശികയുള്ള റീഫണ്ട് ഈ അക്കൗണ്ട് വഴിയാണ് നമുക്ക് ലഭിക്കുക. അത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ അടിച്ചിട്ട് മുന്നോട്ട് പോകാം. പേ ഇൻകം എന്ന് പറഞ്ഞ ആ സെക്ഷനകത്ത് നമ്മുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിനകത്ത് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അവിടെ എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് അടിച്ച് അടുത്ത പേജിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സോഷ്യൽ പ്രൊട്ടക്ഷൻ, ഡിവിഡൻഡ്, ഫോറിൻ ഇൻകം, അതർ ഇൻകം അങ്ങനെ സെക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് ഇതിനകം ഇൻകം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് കൺഫേം ചെയ്യുക. ഇനി ഇത് രേഖപ്പെടുത്താത്ത അഡീഷണൽ ഇൻകം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്യാം. അവിടെ നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ടുള്ള ഇൻകം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റർ ചെയ്തിട്ട് നെക്സ്റ്റ് അടിച്ച് അടുത്ത പേജിലേക്ക് പോകാം. ആഡ് ടാക്സ് ക്രെഡിറ്റ് അവിടെ കാണാൻ ഹെൽത്ത്, യു ആൻഡ് യുവർ ഫാമിലി, യുവർ ജോബ്, അതർ ക്രെഡിറ്റ്സ് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ടുള്ള ടാക്സ് ക്രെഡിറ്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. പേഴ്സണൽ ടാക്സ് ക്രെഡിറ്റ് നിങ്ങളുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ട കിട്ടുന്ന ഫ്ലാറ്റ് റേറ്റ് എക്സ്പെൻസസ്. ഇപ്പം നേഴ്സസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഓൾറെഡി കിട്ടുന്നുണ്ട്. നേഴ്സസ് മാത്രമല്ല മറ്റ് പല പ്രൊഫഷനും എമൗണ്ടിൽ വ്യത്യാസം ഉണ്ടാകും. അതനുസരിച്ചുള്ള ഫ്ലാറ്റ് റേറ്റ് എക്സ്പെൻസസ് കിട്ടുന്നുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. പിന്നെ എംപ്ലോയി ടാക്സ് ക്രെഡിറ്റ്, കോമൺ ആയിട്ടുള്ള ടാക്സ് ക്രെഡിറ്റ്സ് ഒക്കെ അവിടെ കാണാം. ഇനി അഡീഷണൽ ആയിട്ടുള്ളത് നമ്മൾ ക്ലെയിം ചെയ്യണം. അവിടെ ഹെൽത്ത് കാറ്റഗറിയിൽ വിവിധ ഓപ്ഷൻസ് കാണാം. എന്ത് ക്ലെയിം ചെയ്താലും അതിൻ്റെ ബില്ല് നമ്മൾ പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യണം. കാരണം അവർക്കത് എപ്പോൾ വേണമെങ്കിലും നമ്മളോട് ചോദിക്കാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. അവർ ചോദിക്കുമ്പോഴത്തേക്ക് നമ്മളത് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. റവന്യൂവിൻ്റെ ഇതിനകത്ത് തന്നെ സിപ്പ് ട്രാക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ബില്ല് ഇതിനകത്ത് സേവ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഞാൻ ഓൾറെഡി ഒരു മെഡിക്കൽ എക്സ്പെൻസിൻ്റെ ഒരു ബില്ല് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഈ ഹെൽത്ത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് ഓൾറെഡി ആ ഡീറ്റെയിൽസ് അവിടെ കാണാം. അവിടെ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക.
എന്നിട്ട് ആ ബില്ല് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഹെൽത്ത് എക്സ്പെൻസിന് ആഡ് ആയിരിക്കുന്നതായിട്ട് കാണാം. യു ആൻഡ് യുവർ ഫാമിലി നോക്കാം. അതിൽ ഡിപ്പെൻഡൻറ്റ് റിലേറ്റീവ് ടാക്സ് ക്രെഡിറ്റ്, ഇപ്പം നാട്ടിലുള്ള ഫാമിലിയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസൊക്കെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് അത് ക്ലെയിം ചെയ്യാം. അതിൻ്റെ പ്രൂഫൊന്നും ഇപ്പോൾ ചോദിക്കത്തില്ല, പക്ഷേ അവർക്ക് എപ്പോൾ വേണമെങ്കിലും അതിൻ്റെ പ്രൂഫ് ചോദിക്കാം. അപ്പോൾ നമ്മൾ കൊടുക്കാനായിട്ട് ബാധ്യസ്ഥരാണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ടുള്ളത് നോക്കുക. പിന്നെ എല്ലാവർക്കും തന്നെ എലിജിബിൾ ആകുന്നതാണ് റെൻറ്റ് ടാക്സ് ക്രെഡിറ്റ്. നമുക്കതെങ്ങനെയാണ് ക്ലെയിം ചെയ്യുന്നത് നോക്കാം. ഇതിനായിട്ട് നിങ്ങളുടെ പ്രോപ്പർട്ടി RTBയിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. അതിൻ്റെ ഒരു രജിസ്ട്രേഷൻ നമ്പറുണ്ട്, ആ രജിസ്ട്രേഷൻ നമ്പർ വേണം. അതുപോലെ തന്നെ നിങ്ങളുടെ ലാൻഡ് ലോഡിൻ്റെ, ഇപ്പോൾ ലാൻഡ് ലോഡ് അതല്ലെങ്കിൽ ഏജൻസി ആണെങ്കിൽ അവരുടെ PPS നമ്പർ, അതല്ലെങ്കിൽ ടാക്സ് റെഫറൻസ് നമ്പർ, ഈ 2 കാര്യങ്ങൾ മതി. പിന്നെ നമ്മുടെ പ്രോപ്പർട്ടി ഡീറ്റെയിൽസും ആണ് നമുക്ക് വേണ്ടത്. സിംഗിൾ ആയിട്ടുള്ള ഒരാൾക്ക് 1000 യൂറോയാണ് റെൻറ്റ് ടാക്സ് ക്രെഡിറ്റ് ഇനത്തിൽ ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നത്. മാരീഡ് ആയിട്ടുള്ളവർക്ക് 2000 യൂറോ ലഭിക്കും. ഞാൻ ഓൾറെഡി പറഞ്ഞു, ജോയിൻറ്റ് അസസ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആരിലും ഒരാൾ ഇത് ക്ലെയിം ചെയ്താൽ മതി, 2000 യൂറോയും ക്ലെയിം ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ സെപ്പറേറ്റ് ആയിട്ടാണ് അസസ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ അത് 2 പേരും 2 പേരുടെ അക്കൗണ്ടിൽ നിന്നും ക്ലെയിം ചെയ്യണം. ഇതിനായിട്ട് റെൻറ്റ് ടാക്സ് ക്രെഡിറ്റ് സെലക്ട് ചെയ്യുക. ഹു ആർ യു ക്ലെയിമിംഗ് ഫോർ, അത് സെൽഫ് അടിച്ചിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഹൗസിംഗ് സപ്പോർട്ട് സ്കീമുകൾ ലഭിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ലഭിച്ചിട്ടുള്ളവർക്ക് ഈ റെൻറ്റ് ടാക്സ് ക്രെഡിറ്റ് കിട്ടത്തില്ല. അപ്പോൾ അത് നോ കൊടുക്കുക. ലാൻഡ് ലോഡ്, ഗവൺമെൻറ് മിനിസ്റ്റർ, അതല്ലെങ്കിൽ പൊതുമരാമത്ത് കമ്മീഷണർ, അങ്ങനെയല്ല ഹൗസിംഗ് അതോറിറ്റിയോ ഹൗസിംഗ് അസോസിയേഷനോ അല്ല എന്നുള്ളതാണ്. യെസ് കൊടുക്കുക. നെക്സ്റ്റ് അടിക്കുക. ടെനൻറ്റിൻ്റെ PPS നമ്പർ, നമ്മുടെ PPS നമ്പർ എൻ്റർ ചെയ്യുക. പിന്നെ ഇസ് പ്രോപ്പർട്ടി RTB രജിസ്റ്റേർഡ് പ്രോപ്പർട്ടി ആണെന്നുള്ളത് യെസ് കൊടുക്കുക. നമ്മുടെ RTB രജിസ്റ്റേർഡ് നമ്പർ ഉണ്ട്, RT എന്ന് തുടങ്ങുന്ന ഒരു നമ്പർ, അത് എൻ്റർ ചെയ്യുക. നെക്സ്റ്റ് അടിക്കുക. റിലേറ്റഡ് ടു യുവർ ലാൻഡ് ലോഡ്, നോ കൊടുക്കുക. നെക്സ്റ്റ് അടിക്കുക. പ്രോപ്പർട്ടി യുവർ PPR, അതായത് നിങ്ങൾ കൂടുതൽ സമയം താമസിക്കുന്ന നിങ്ങളുടെ പ്രധാന വീട്, യെസ് അടിക്കുക. ഇനി നമ്മുടെ ടെനൻസി സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് എൻ്റർ ചെയ്യുക. എൻഡ് ഓഫ് ഡേറ്റ് കൊടുക്കുക ടെനൻസിയുടെ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മുടെ ലീസിൻ്റെ ഡ്യൂറേഷൻ കാണാം. 1 ഇയർ ആണെന്നുണ്ടെങ്കിൽ അവിടെ 1 ഇയർ എന്ന് കാണാം. നെക്സ്റ്റ് കൊടുത്ത് അടുത്ത പേജിലേക്ക് പോകാം. റെൻറ്റഡ് പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. പ്രോപ്പർട്ടി അഡ്രസ്സ്, എയർ കോഡ്, PT പ്രോപ്പർട്ടി ID, അത് അറിയാമെങ്കിൽ കൊടുക്കാം, അത് നിർബന്ധമല്ല. നെക്സ്റ്റ് കൊടുത്ത് അടുത്ത പേജിൽ ലാൻഡ് ലോഡ് അതല്ലെങ്കിൽ ഏജൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. ലാൻഡ് ലോഡ് ആണെങ്കിൽ ആ ലാൻഡ് ലോഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ ഏജൻറ്റ് ത്രൂ ആണെന്നുണ്ടെങ്കിൽ ആ ഏജൻറ്റിൻ്റെ ഏജൻസിയുടെ അഡ്രസ്സ് കൊടുക്കുക. നോൺ റെസിഡൻറ്റ്, നോ ആണെങ്കിൽ നോ കൊടുക്കുക. PPSN ഓർ ടാക്സ് റെഫറൻസ് നമ്പർ, അതേതാണോ ഉള്ളത് അത് കൊടുക്കുക. നെക്സ്റ്റ് അടിച്ച് അടുത്ത പേജിലേക്ക് പോവുക. നെയിം ഓഫ് പേഴ്സൺ ഓർ ഏജൻറ്റ്, റെൻറ്റ് കൊടുക്കുന്ന ആൾക്കാണോ അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കുക. നമ്മൾ ഇയർലി കൊടുത്ത റെൻറ്റ് എമൗണ്ട് അവിടെ എൻ്റർ ചെയ്യുക. ഇപ്പോൾ 2 കോളം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വരും. ഗ്രോസ് റിലീഫ് ഡ്യൂ, നമ്മുടെ എമൗണ്ട് 10,000 കാണാം. ഇപ്പോൾ ടാക്സ് ക്രെഡിറ്റ് ഇൻക്രീസ്ഡ് ബൈ ജോയിൻറ്റ് അസസ്മെൻ്റ് ആയതുകൊണ്ട് അവിടെ 2000 കാണാം. ഒരു ടാക്സ് ഇയറിൽ നമ്മൾ അടച്ച മൊത്തം വാടകയുടെ 20% പരമാവധി 10,000 വരെയാണ് വാടക ക്രെഡിറ്റ് അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് കാണാം. അപ്പോൾ തുടർന്ന് അവിടെ കാണുന്ന ആഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ടാക്സ് ക്രെഡിറ്റിനകത്ത് ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത റെൻറ്റ് ടാക്സ് ക്രെഡിറ്റ് ആഡ് ആയിരിക്കുന്നതായിട്ട് കാണാം. എലിജിബിൾ ആയിട്ടുള്ള മറ്റേതെങ്കിലും ടാക്സ് ക്രെഡിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക. അത് കൺഫേം ചെയ്യാനായിട്ട് അവിടെ കൊടുത്തിരിക്കുന്ന ആ ബോക്സ് എല്ലാം ടിക്ക് ചെയ്യുക. കൺഫേം ഓൾ അടിക്കുക. നെക്സ്റ്റ് അടിച്ച് അടുത്ത പേജിലേക്ക് പോവുക. ഡിക്ലറേഷൻ പേജിൽ നമ്മൾ ഇത്രയും ചെയ്ത കാര്യങ്ങളെല്ലാം നമുക്കവിടെ കാണാം. ഇതിൻ്റെ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കേണ്ടവർക്ക് അവിടെ കാണുന്ന പ്രിൻ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു എടുത്ത് സൂക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇതെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ബോക്സ് ടിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. തുടർന്ന് അവിടെ ഇത് സബ്മിറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ GOV ID പാസ്വേഡ് എൻ്റർ ചെയ്യുക. സബ്മിറ്റ് കൊടുക്കുക. താങ്ക് യു. റെഫറൻസ് നമ്പർ നമുക്ക് അവിടെ കാണാം. പുതിയ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ലയബിലിറ്റി റെഡി ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഇമെയിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അതുപോലെ തന്നെ അതിൻ്റെ പ്രോസസ്സിംഗ് ടൈം 10 ദിവസം വരെയൊക്കെ എടുക്കുമെന്ന് പറയുന്നുണ്ട്. നമ്മൾ ഈ സബ്മിറ്റ് ചെയ്തതിൽ എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ നമ്മളിൽ നിന്ന് അറിയാനുണ്ടെങ്കിൽ അവർ നമ്മളെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുന്നതാണെന്ന് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ സബ്മിറ്റ് ചെയ്ത സെയിം ടൈമിൽ തന്നെ നമ്മുടെ ഇമെയിലിൽ ഇൻകം ടാക്സ് റിട്ടേൺ കൺഫർമേഷൻ ഇമെയിൽ നമ്മൾ ലഭിക്കുന്നതാണ്. അതിലും നമ്മുടെ ഈ റെഫറൻസ് നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്പുകൾ മാത്രമാണുള്ളത്. സ്വന്തമായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരാളുടെ സഹായം കൂടാതെ സ്വന്തമായിട്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് സാധിക്കും. വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സംശയങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുമെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയിൽ പുതിയ ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ ആൻഡ് ബൈ.